എന്താണെന്നറിയില്ല, ഇന്ന് എണ്ണീറ്റപ്പോൾ തൊട്ടൊരു ബർഗർ പൂതി. ഇപ്പം ഈ ഇടയായിട്ട് പല പല പൂതിയും ഉണ്ട്. ഇതിലിടയ്ക്കൊരു വാഫിൾ പൂതി വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും അല്ലേ? എന്താ പറയുക, ഒരു കത്തി എടുത്തിട്ട് ആ ബട്ടർ മുറിക്കാനുള്ള മടിയാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചിക്കനൊക്കെ നല്ല അടിപൊളിയായിട്ട് മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ റെസിപ്പിയൊന്നും എന്നെ കണ്ടുപിടിക്കണ്ട കേട്ടോ. നല്ല അടിപൊളി റെസിപ്പീസ് യൂട്യൂബിൽ അടിപൊളിയായിട്ടുണ്ട്. ഇത് ഞാനൊരു തട്ടിക്കൂട്ട് ബർഗറാണ്. വെറും ചിക്കനിലേക്ക് കുറച്ച് ഗാർലിക്കും ജിഞ്ചർ പേസ്റ്റും ഒക്കെ ഇട്ട്, പിന്നെ കുറച്ച് മുളക് പൊടിയും പിന്നെ കുറച്ച് കുരുമുളകും ഉപ്പും ഒക്കെ കൂടി ഇട്ട് ഗ്രൈൻഡ് ചെയ്ത് ഇതേപോലെ ഒരു സാധനമാക്കി. ഇതിനെ ഇങ്ങനെ ഉണ്ട പോലെ ആക്കി നേരെ പാനിലേക്ക് വെച്ചിട്ട്, ബുദ്ധിയുള്ളവർ അതിന് ബട്ടർ പേപ്പർ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ അതുപോലെ അങ്ങോട്ട് ചെയ്തു കൊടുത്തു. അതുകൊണ്ട് നല്ലതായിട്ട് വന്നിട്ടിട്ട് അതിനെ കുറേ നേരം ഇങ്ങനെ വെച്ച് വേവിച്ചെടുക്കുക. അത്ര സിമ്പിളാണ് ഈ പാറ്റി എന്നൊക്കെ പറയുന്നത്. ഞാൻ വിചാരിച്ചു വലിയ എന്തോ സംഭവമാണെന്നാണ്. എനിക്കിതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല, കഴിക്കാൻ മാത്രമേ അറിയുന്നുണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോൾ പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ സെറ്റിംഗ് ഒക്കെയാണ്. ഞാനൊരു സോസ് പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മയവും പിന്നെ കുറച്ച് ജിഞ്ചർ പേസ്റ്റും ചില്ലി പേസ്റ്റും ഒക്കെ കൂടെ മിക്സ് ചെയ്തിട്ടൊരു സാധനം. അത് ആക്ച്വൽ ബർഗർ സോസാണോ എന്നൊന്നും അറിയത്തില്ല. എന്തായാലും ഞാനത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് വെജീസും വീട്ടിൽ കിടപ്പുണ്ടായിട്ടുള്ള എല്ലാ വെജീസും കട്ട് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഹാലപ്പിനോസ് ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ഒലിവ്സ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം എന്താ, നമ്മൾ ബർഗർ ബൺസെല്ലാം ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് ചൂടാക്കി എടുക്കുക. ബട്ടറിൽ വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ വെറുതെ ഒന്ന് ചൂടാക്കാം. ഞാൻ പിന്നെയും ബട്ടർ ആഡ് ചെയ്തിട്ടില്ല, ബിക്കോസ് ഓൾറെഡി ബട്ടറും ചീസൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല ഹെവി ആയിരുന്നു. സോ ജസ്റ്റ് ചൂടാക്കുക, അറേഞ്ച് ചെയ്യാം. എൻ്റെ ഇന്നത്തെ ക്രേവിങ് മൊത്തം ബീഫ് ബർഗർ ആയിരുന്നു. പക്ഷെ എനിക്ക് കിട്ടിയതോ ചിക്കൻ ബർഗർ. ലൈഫ് ചിലപ്പോഴൊക്കെ എങ്ങനെയായിരിക്കും അല്ലേ? നമ്മൾ പലതും ആഗ്രഹിക്കും, നമുക്ക് വേറെ പലതും കിട്ടും. എന്തായാലും കിട്ടിയത് വെച്ചിട്ട് ഞാൻ ഹാപ്പിയാണ്. കഴിക്കാൻ അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നു. എൻ്റെ ടേസ്റ്റ് ബഡ്സിന് ഇത് വലിയ ഇഷ്ടമല്ലെങ്കിൽ പോലും ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഉണ്ടാക്കിയത് കൊണ്ടല്ല, ബർഗർ സ്പെഷ്യലിസ്റ്റും അത് അപ്രൂവ് ചെയ്തിട്ടുണ്ട്. ആൾക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. 2 വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും നല്ല ഹെവി ആയിരുന്നു. ഒരെണ്ണേ കഴിക്കാൻ പറ്റിയിട്ടുള്ളൂ. 2 സെറ്റ് നമ്മൾ 2 പേരും ഉണ്ടാക്കി മുന്നിലൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. പക്ഷെ കഴിക്കാൻ പറ്റിയിട്ടില്ല. ഒരെണ്ണം കഴിക്കുമ്പോഴത്തേക്ക് തന്നെ എനിക്ക് ശ്വാസം വിടാനുള്ള സ്പേസ് ഉണ്ടായിരുന്നില്ല. കാരണം ചീസും ചിക്കനും ഒക്കെ കൂടെ നല്ല ഹെവി ആയിരുന്നു. ഇപ്പോൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, നാളെ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പം ഇതേപോലത്തെ കുട്ടി കുട്ടി സന്തോഷങ്ങളാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. വലിയ വലിയ ഗിഫ്റ്റുകളും വലിയ വലിയ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചാൽ ഇതേപോലത്തെ കുട്ടി മൊമെൻറ്റ്സാണ് ഏറ്റവും പ്രഷ്യസ്. അപ്പം ഞാനിത് എപ്പോഴും ചെറിഷ് ചെയ്യും. എൻ്റെ ക്രിസ്മസ് ഇങ്ങനെയൊക്കെയായിരുന്നു. നിങ്ങളുടെ എങ്ങനെയാണെന്ന് താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. താങ്ക് യു. ബൈ.